ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു വ്ളോഗാണ് ഇടുന്നത്. അമ്മേൻ്റെ പിറന്നാളാണ്, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ താനൂരുള്ള നടക്കാവിലാണ് ഈ ഒരു ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ ഫുഡ് കോർട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട്. മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയതിന് ശേഷം ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകുന്ന ആ സൈഡിൽ തന്നെയായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് സെൽഫ് സർവീസ് ഓൺലി എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി കഴിക്കണം. അപ്പോൾ അതിന് താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറണ്ടെന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചത്. സെൽഫ് സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പിന്നെ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ പേര് വരുന്നത് സെലേര എന്നാണ് ഫുഡ് കോർട്ടിൻ്റെ പേര്. അപ്പോൾ ഇത് ലൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ടായിരിക്കും ചെറുതായിട്ട് സെലേര എന്നുള്ളത്. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ചില ഷട്ടറുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതൊക്കെ ഇനി വരാനുള്ളതാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് ഇന്ന് തുറക്കാത്തതാണോ അതോ പുതിയ കടകൾ വരാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നൊന്നും അറിയില്ല. നമ്മളിനി നേരെ പോയിട്ടുണ്ടായിരുന്നത് പാർക്കിലേക്കാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഫുഡ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതും ഒക്കെ നമ്മൾ തീരുമാനിച്ചത് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും ഓർഡർ ചെയ്ത് കിട്ടാനായിട്ട്. ആ ഒരു സമയം കുട്ടികളെയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നേരെ പോയത് പാർക്കിലേക്കാണ്. അപ്പോൾ പാർക്കൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പിയായി. അവരവിടെ നിന്ന് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും വലിയ ടെൻഷനൊന്നുമില്ല. മറ്റേത് കുട്ടികൾ ഇങ്ങനെ ഒരു ചീഞ്ഞ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അവർക്ക് പറ്റില്ല കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ. അതൊന്നും ഉണ്ടായില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഫുഡൊക്കെ ഏട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഇങ്ങനെ പോകുമ്പോൾ ഈ കടകളുടെ അടുത്തൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുള്ള ബോർഡുകളുണ്ടല്ലോ, അവിടെയൊക്കെ നിർത്തിയിട്ട് കുട്ടികളെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ മുകളിലേക്ക് പോയിട്ടോ. നേരെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വാഷ് ഏരിയയാണത്. ആ വാഷ് ഏരിയയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സെറ്റ് ചെയ്തത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം, ഈ ഒരു സ്ഥലം ഇവിടെ നല്ല നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് സ്ഥലം. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് എല്ലാവരും കൂടി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടുന്ന പോലെ ഒന്ന് ചില്ലാവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ നമ്മളെ അന്തരീക്ഷം നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതും നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ കണ്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഏരിയ കാണിച്ചല്ലോ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ വേറൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ മുകളിൽ ഒരുപാട് സ്ഥലമുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെയുണ്ട് ഇതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് കുറേ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ മുകളിലൊക്കെ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ വരാനായി തുടങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ആയി. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ വന്നത് അൽഫാമായിരുന്നു. പിന്നെ നമ്മളിതാ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 7-up ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നോൺ വെജ് ഐറ്റം തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇവിടുന്ന് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബ്രോസ്റ്റഡൊക്കെ വന്നപ്പോൾ തന്നെ കുട്ടികളെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുത് ഉറങ്ങുന്ന കാരണം അവന് നമ്മൾ ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ ലെഗ് പീസ് കിട്ടിയ സന്തോഷമാണ്. ആരുട്ടിനും അതുപോലെ തന്നെ നമ്മളെ നന്ദുർണിക്കൊക്കെ ലെഗ് പീസ് കിട്ടിയ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിനാണ്. ഇവർ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാനൊരു ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഷവർമ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് മറ്റു ഫുഡിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. പൊതുവേ ഇപ്പോൾ നമുക്ക് ചിക്കനൊക്കെ എനിക്കൊരു ഇഷ്ടക്കുറവായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഷവർമ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഷവർമ കഴിച്ചപ്പോൾ എനിക്ക് സാധാരണഗതിയിലുള്ളൊരു ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഷവർമയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഈ ഒരു ഷവർമയ്ക്ക് എനിക്ക് അത്ര തന്നെ ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ മറ്റു ഫുഡൊക്കെ നല്ല അടിപൊളിയാണെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഷവർമേൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഷവർമ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല വെട്ടി വിഴുങ്ങുന്നുണ്ടാവുമല്ലോ എന്നല്ലേ. അപ്പോൾ കുട്ടീനെ കൈ പിടിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ കഴിക്കാൻ തുടങ്ങിയുള്ളത്. കുട്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു തുടങ്ങി. ആ ഒരു ധൃതിയാണ് കാണുന്നത് കേട്ടോ. അല്ലാതെ ഷവർമേൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനിങ്ങനെ വാരി വലിച്ച് തിന്നൊന്നല്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് പിന്നെയും പാർക്കിലേക്കാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം കൂടിയൊക്കെ കുട്ടികളെ ഒന്ന് കളിക്കാനായിട്ട് കൊണ്ടുപോയി.
അപ്പോൾ ഇവരിവിടെ കളിക്കുന്ന സമയത്ത് തന്നെ പിന്നെയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതിനെ ഒന്നിലും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുതിന് ഭയങ്കര സങ്കടം, ഒന്നിലും കയറാൻ കഴിയാണ്ട്. അപ്പോൾ പിന്നെ അവനെ ഇതുപോലെയൊക്കെ ഒന്ന് പിടിച്ചിട്ടൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് നല്ല ഹാപ്പിയാണ്, പിന്നെയും പിന്നെയും കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷം കേട്ടോ അതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. പിന്നെ അതാ 2 കുട്ടികൾ വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അതിൻ്റെ ശേഷം കുറച്ചും കൂടി പിള്ളേർ വന്നു. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു തല്ലൊക്കെ ആയി. ഇതിൻ്റെതാണ് എൻ്റെതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വലിയ തല്ലുകളൊന്നുമല്ല. അവർ ചെറിയ കുട്ടികളുടേതായ കുറച്ച് തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്കതിൽ പോകണം ഇതിൽ പോകണം എന്നൊക്കെ. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. കണ്ടാൽ നല്ല ഒറിജിനൽ ആണെന്ന് തോന്നും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വണ്ടിയിൽ കയറാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ കാത്തൊക്കെയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാനും എഴുത്തമ്മയും കൂടിയിട്ട് ജ്യൂസ് കഴിക്കാനായിട്ട് നിന്നു. ജ്യൂസൊക്കെ ഓർഡർ ചെയ്തപ്പോഴേക്കും കൃത്യസമയത്ത് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.